നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സ്റ്റേറ്റ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നെടുങ്ങാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. വിഗ്രഹത്തിന്റെ 2.5 പവന്റെ സ്വർണ്ണഭാഗം നഷ്ടമായതായി പരാതി. മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൊഴിൽ സമ്മർദ്ദത്തിനിടയിൽ ആരോഗ്യ സംരക്ഷണം. AKPA ഫോട്ടോഗ്രാഫർമാർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. MCS ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ്. മാറാടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവം 22-ന് സമാപിക്കും. UK-യിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 12 ലക്ഷം രൂപ തട്ടി. മുഖ്യപ്രതി പോലീസ് പിടിയിൽ. തൃശൂർ സ്വദേശി ബെന്നിയാണ് പിടിയിലായത്. ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിൽ കുംഭപൂയ മഹോത്സവം 21 മുതൽ 28 വരെ നടത്തപ്പെടും. വിവിധ പരിപാടികളും അരങ്ങേറും. വാർത്തകൾ വിശദമായി. തൊഴിൽ സമ്മർദ്ദങ്ങൾക്കിടയിൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പാകാൻ AKPA ഫോട്ടോഗ്രാഫർമാർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ ടൗൺ യൂണിറ്റും മൂവാറ്റുപുഴ MCS ആശുപത്രിയും സംയുക്തമായി ഫോട്ടോഗ്രാഫർമാർക്കും കുടുംബ അംഗങ്ങൾക്കുമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൃത്യമായ വിശ്രമമോ സമയബന്ധിതമായ ആഹാരമോ ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഫോട്ടോഗ്രാഫർമാരുടെ വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ക്യാമ്പ് ഒരുക്കിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോണി അഗസ്റ്റിൻ നിർവഹിച്ചു. തൊഴിൽ മേഖലയിലെ തിരക്കുകൾക്കിടയിൽ സ്വന്തം ആരോഗ്യം അവഗണിക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ഇത്തരം ക്യാമ്പുകൾ വലിയ ആശ്വാസമാണെന്ന് റോണി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നമ്മുടെ തൊഴിൽപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അനുബന്ധ തൊഴിൽ മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയേക്കാൾ ഉപരി അംഗങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ആരോഗ്യത്തിനുമൊക്കെ മുൻഗണന നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് പരിപാടികൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ നടത്തുന്നുണ്ട്. ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് ബിബിൻ ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി ബിജു TD, MCS ആശുപത്രി സെക്രട്ടറി MA സഹിർ, AKPA സംസ്ഥാന ബ്ലഡ് ഡോണേഴ്സ് ക്ലബ് കോർഡിനേറ്റർ സജി മാർവൽ, ജോമറ്റ് മാനുവൽ, നജീവ് PP, ടോമി സാഗ, ജെയ്സൺ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫോട്ടോഗ്രാഫർമാർക്കിടയിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും അവ പ്രതിരോധിക്കേണ്ട രീതികളെക്കുറിച്ചും ആശുപത്രി ഹേർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ടിൻഡുമൻ മെഡിക്കൽ അവയർനെസ് ക്ലാസ് നയിച്ചു. ENT, ഓർത്തോ, കാർഡിയോളജി, ഒഫ്തമോളജി വിഭാഗങ്ങളുടെ വിദഗ്ധ പരിശോധന, ECG, സ്ക്രീനിംഗ്, എക്കോ, ഒപ്റ്റിക്കൽ, ബയോമെട്രി, റെറ്റിന എക്സാമിനേഷൻ തുടങ്ങിയ അത്യാധുനിക ടെസ്റ്റുകളാണ് സൗജന്യമായി ലഭ്യമാക്കിയത്. ഫോട്ടോഗ്രാഫർമാരുടെ തൊഴിൽപരമായ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്നതിനും ആരോഗ്യ ബോധവൽക്കരണത്തിനും മുൻഗണന നൽകി നടത്തിയ ക്യാമ്പ് അംഗങ്ങൾക്ക് ഏറെ ഫലപ്രദമായി. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നെടുങ്ങാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ 2.5 പവന്റെ സ്വർണ്ണഭാഗം നഷ്ടപ്പെട്ടതായി പരാതി. മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെടുങ്ങാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ 2.5 പവന്റെ സ്വർണ്ണഭാഗം നഷ്ടപ്പെട്ടതായി പരാതി. പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് കേസെടുക്കുകയും വിരലടയാള വിദഗ്ധരടക്കം പരിശോധന നടത്തുകയും ചെയ്തു. ക്ഷേത്ര ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന വിഗ്രഹത്തിന്റെ സ്വർണ്ണഭാഗമാണ് നഷ്ടപ്പെട്ടത്. മുഖക്കാപ്പിന്റെ ചെവികൾ പിച്ചളയും കിരീടം വെള്ളിയുമാണ്. കണ്ണിന്റെ താഴം മുതലാണ് ഒടിച്ചെടുത്തത്. ഈ ഭാഗം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫെബ്രുവരി 14-നാണ് 3 ലക്ഷത്തിലേറെ വില വരുന്ന മുഖാഭരണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. 16-ന് ക്ഷേത്രം ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ മറ്റ് ആഭരണങ്ങളും കണക്കുകളും ആസ്തി രജിസ്റ്ററും പോലീസ് പരിശോധിച്ചു വരികയാണ്. മാറാടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവം 22-ന് സമാപിക്കും. മാറാടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിന് ആരംഭം കുറിച്ചു. ഉത്സവത്തിന്റെ ആദ്യ ദിനമായ വെള്ളിയാഴ്ച ക്ഷേത്ര കലാപരിപാടികൾക്കായി നിർമ്മിച്ച പുതിയ സ്റ്റേജിന്റെ സമർപ്പണവും പുതിയ ശീവേലി തിടമ്പ് സമർപ്പണവും നവീകരിച്ച ആനപ്പന്തലിന്റെ സമർപ്പണവും നടത്തി.
ക്ഷേത്രം തന്ത്രി മനയത്തറ്റ ഇല്ലത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരിയും മേൽശാന്തി ഇടമന ഇല്ലത്ത് മഹേഷ് നമ്പൂതിരിയും ഉത്സവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 5-ന് പള്ളി ഉണർത്തലോടെയാണ് ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. സമാപന ദിവസമായ 22-ന് കാഴ്ച ശിവേലി പഞ്ചവാദ്യം, രാത്രി 9-ന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മായർ നയിക്കുന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ വിളക്കെഴുന്നള്ളിപ്പ്, തുടർന്ന് കൊല്ലം അനശ്വര അവതരിപ്പിക്കുന്ന നാടകം, പുലർച്ചെ മുടിയേറ്റ് എന്നിവ നടത്തപ്പെടും. ഏപ്രിൽ 16 മുതൽ 22 വരെ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിൽ കുംഭപ്പൂയ മഹോത്സവം. മൂവാറ്റുപുഴ ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിലെ കുംഭപ്പൂയ മഹോത്സവം 21 മുതൽ 28 വരെ വിവിധ പരിപാടികളെ നടത്തപ്പെടുമെന്ന് SNDP യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ, വൈസ് പ്രസിഡന്റ് PN പ്രഭ, സെക്രട്ടറി അഡ്വക്കേറ്റ് AK അനിൽകുമാർ, ക്ഷേത്രം കമ്മിറ്റി കൺവീനർ PV അശോകൻ എന്നിവർ അറിയിച്ചു. ശനിയാഴ്ച 10:30-ന് ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറും. MCS Hospital, we take care of your health. UK-യിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 12 ലക്ഷം രൂപ തട്ടിയ കേസിലെ മുഖ്യപ്രതി പോലീസ് പിടിയിൽ. തൃശൂർ സ്വദേശിയായ ബെന്നിയാണ് പിറവം പോലീസിന്റെ പിടിയിലായത്. UK-യിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പിറവം സ്വദേശിയായ യുവാവിൽ നിന്നും 12 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന തൃശൂർ സ്വദേശിയായ മുഖ്യപ്രതിയെ പിറവം പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ, തൃശൂർ ജില്ലകളിലായി 13 കേസുകളിൽ പ്രതിയായ തൃശൂർ അത്താണി സ്വദേശി ബെന്നിയാണ് പിടിയിലായത്. വ്യാഴാഴ്ച വടക്കാഞ്ചേരിയിലെ ഭാര്യ വീട്ടിൽ ഒളിവിൽ കഴിയവേ സൈബർ സെല്ലിന്റെയും ശാസ്ത്രീയ അന്വേഷണത്തിന്റെയും ഒടുവിൽ പിറവം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. 2023 മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉള്ളതായി പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പുത്തൻകുരിശ് DYSP നിഷാദ് മോഹന്റെ നിർദ്ദേശാനുസരണം പിറവം പോലീസ് സ്റ്റേഷൻ SHO സന്തോഷ് കുമാറിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI സെയ്ദ് മുഹമ്മദ്, ബിജു NB, ASIമാരായ ചന്ദ്രബോസ്, സന്ദീപ്, യോഹന്നാൻ എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ഈസ്റ്റ് മാറാടി ചെറുശ്ശേരിയിൽ പരേതനായ CC വർഗീസിന്റെ ഭാര്യ അന്നമ്മ 94 നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 10-ന് കുരുക്കുന്നപുരം മാറാടി സെന്റ് മേരീസ് പള്ളിയിൽ നടത്തപ്പെട്ടു. പരേത കടാതി തെങ്ങുംപിള്ളിത്തോട്ടത്തിൽ കുടുംബാംഗമാണ്. മക്കൾ മേരി, ജോണി, ലില്ലി, സാജു. മരുമക്കൾ മോളി K മാണി, വർഗീസ്, ഷീജ, പരേതനായ ഗീവർഗീസ്. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.